إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് താഹ 46-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും ആ സഹായം തേട്ടത്തിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ തഖാഫാ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭയപ്പെടരുത്. എന്നനീ, നിശ്ചയമായും ഞാൻ അല്ലാഹ്, മഅക്കുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്. അസ്മഉ, ഞാൻ കാണുകയും, വ അറാ, ഞാൻ കേൾക്കുകയും ചെയ്യുന്നു. ഞാൻ കണ്ടും കേട്ടും കൊണ്ട് സദാസമയത്തും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു സമാശ്വാസത്തിന്റെ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നിങ്ങൾ ആ ക്രൂരനായ ഫിർഔനെ ആക്രമിച്ചുകൊണ്ട് നിങ്ങളെ കൊലപ്പെടുത്തുമെന്നും ഇല്ലായ്മ ചെയ്യുമെന്നും നിങ്ങൾക്ക് പേടിയുണ്ടോ? യാതൊരു തരത്തിലുള്ള പേടിക്കും അവകാശമില്ല. കാരണം എന്താണ്? എല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിനേക്കാൾ വലിയൊരു ധൈര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നിർഭയത്വത്തിന്റെ വാക്ക് ലോകത്തിൽ ആരും കേൾക്കാനില്ല. അത്രയും വലിയൊരു സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് മൂസ നബി അലൈഹിസ്സലാമക്ക് പ്രബോധനം ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾ യാതൊരു തരത്തിലുള്ള പേടിയും ഭയപ്പാടും നിങ്ങൾക്ക് വേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയപ്രകാരം സജ്ജീകരിച്ച പ്രകാരം നടക്കുക തന്നെ ചെയ്യും. ആ ഫിർഔന്റെ എല്ലാതര ക്രൂരതകൾക്കുമുള്ള പരിഹാരം അല്ലാഹുവിന്റെ കയ്യിലുണ്ടല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമാശ്വാസത്തിന്റെ വാക്കായി മൂസ നബിയോടും ഹാറൂൻ നബിയോടും പറയുന്നു. നിങ്ങൾ ധൈര്യത്തിൽ പോയിക്കൊള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഫിർഔനുമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളൂ. ആ ഫിർഔന്റെ ജനത ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊള്ളൂ. ബനീ ഇസ്രായേലുകളെ അവന്റെ കൊടും ക്രൂരയിൽ നിന്ന് രക്ഷിക്കേണ്ട കടമ ബാധ്യത നിങ്ങൾക്കാണ് എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഉണർത്തുന്നത്. അതിനുവേണ്ടി നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഭയപ്പാടും നിങ്ങൾക്ക് വേണ്ട. എല്ലാം കണ്ടും കേട്ടുകൊണ്ട് സദാ നിങ്ങളുടെ പിന്നാലെ തന്നെ ഞാനുണ്ട് എന്നുള്ള അങ്ങേയറ്റത്തെ നിർഭയത്വത്തിന്റെ ധൈര്യത്തിന്റെ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കൊടുക്കുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.